ഹായ് ഫ്രണ്ട്സ്, അന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ കാളത്തിൻ്റെയൊക്കെ യൂണിറ്റ് അടിച്ചു പോയാൽ പേപ്പർ അടിച്ചു പോയാൽ ഇതിൻ്റെ പേപ്പർ എങ്ങനെ മാറ്റാമെന്ന്. നമ്മൾ ഈ ഹൗജിൻ്റെ യൂണിറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ യൂണിറ്റിൻ്റെ കോയിൽ പേപ്പറൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഹൗജിൻ്റെ തന്നെ കമ്പനീൻ്റെ അതേ കോയിൽ വാങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ റീപ്ലേസ്മെൻറ്റ് നമ്മൾ ഈ 4 ബോൾട്ടും അയച്ചിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റുക. ഈ പേപ്പറാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഈ ഡയഫ്രം അവിടെ തിരിച്ച് സ്ഥാപിക്കുക. നിങ്ങൾ നോക്കുക, ഇവിടെ L1 എന്ന് കാണിക്കുന്നുണ്ട്. ഈ L1 എന്ന് കാട്ടുന്നിടത്ത് നേരെ മുകളിലൊരു ആരോ മാർക്ക് പോസിറ്റീവ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് മൈനസാണ്. ഇവിടെ L2 എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഇവിടെ മൈനസാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ കണക്ട് ചെയ്യുക. L2 ഇവിടെ കാണിച്ചിട്ടുണ്ട്, L2 മൈനസ്, L1 പോസിറ്റീവ്, പ്ലസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ L1 പ്ലസ്സിലേക്കും കൊടുക്കുക, L2 ഇവിടെ മൈനസിലേക്കും കൊടുക്കുക. നമ്മൾ ഇതൊന്ന് ഷോൾഡർ ചെയ്തിട്ട് വേണം അത് അയച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമ്മളിങ്ങോട്ട് മാറ്റി വെക്കുക. ഇല്ലാണ്ട് മാറ്റി വെച്ചിട്ട് ഇത് അടർത്തിയിട്ട് ഇത് ഫിക്സ് ചെയ്യുക. ഇത് L1. അപ്പോൾ ഇവിടെയാണ് L1 ഉള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ വെക്കണം. ഇതൊക്കെ എടുക്കുമ്പോൾ ഇതിനൊന്നും ഡാമേജ് സംഭവിക്കരുത്, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം. ഓക്കെ, ഇത് ഷോൾഡർ ചെയ്തിട്ട് ഊരിയെടുക്കാം. അങ്ങനെ നമ്മളിത് അയച്ചെടുക്കുകയാണ്. ഷോൾഡറിങ് ചൂടാക്കിയതിന് ശേഷം 2 നോബിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അയച്ചെടുക്കുക. നമ്മൾ പേപ്പർ പോന്നിട്ടുണ്ട്. കോയിലൊക്കെ ഇവിടെ വിട്ടതൊക്കെ കയറ്റി കാണുന്നുണ്ട്, ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഇതെടുത്ത് മാറ്റുക. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഈ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഡയഫ്രം ഇവിടെ ഫിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഡയഫ്രം എടുത്ത് മാറ്റിയിട്ട് ഈ ഡയഫ്രം ഫിറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ ലെഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്ര ലെഗ് വേണ്ട, ആവശ്യത്തിലേറെ ലെഗ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 2 ഭാഗം ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യുക. 2 ഭാഗം ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് ഈ L2 മൈനസ് ഭാഗത്തേക്കും, ഇവിടെ മൈനസാണ് കാണിക്കുന്നത്, L2 മൈനസിലേക്കും L1 പ്ലസ്സിലേക്കും വരുന്ന രീതിയിൽ അവിടെ സ്ഥാപിക്കുക. കുറച്ചും കൂടി കട്ട് ചെയ്യണം. ബോഡിയിൽ ടച്ച് ആവരുത്. അതുപോലെ ക്ലിയർ ആയിട്ട് L1 പ്ലസ്സിലേക്കും L2 ക്ലിയർ ആയിട്ട് വരുന്ന രീതിയിൽ ഹോൾസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഹോൾസുകൾ ഉണ്ടല്ലോ, ഈ ഹോൾസുകൾ ക്ലിയർ ആയിട്ട് വരണം. ഇതിൽ കാണിക്കുന്ന ഹോൾസ് നമ്മൾ സ്ക്രൂ ഇതിലിടുമ്പോൾ ക്ലിയർ ആയിട്ട് വരണം. അതുപോലെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ ഇവിടെ റെഡിയാക്കി വെക്കുക. ഇപ്പോൾ ഇവിടെ L2 മൈനസ് എന്ന് കാണിക്കണേ, ഇവിടെ നോക്കുക L2 മൈനസ്. ഓക്കെ, ഇത് 2 ഷോൾഡർ ചെയ്തെടുക്കുക. അതിന് ക്ലിയറായി ഷോൾഡർ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ ഷോൾഡർ എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളിത് ഷോൾഡർ ചെയ്തിട്ടുണ്ട്. L2 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ L2, ഇവിടെ L1 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ഈ ബോഡി ടച്ച് ഉണ്ടാവരുത്. നമ്മൾ ഇവിടെ ചെയ്തത് ആ നോബിൽ തന്നെ വരണം. ഈ പുറത്ത് കണ്ട ഈ ബോഡിക്ക് ടച്ച് ഉണ്ടാവരുത്. അത് നമുക്കൊന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. മൾട്ടിമീറ്റർ നമ്മൾ കോണ്ടാക്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നോബ് വെച്ച് ചെക്ക് ചെയ്യണം. കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിട്ടൊന്ന് ഇതിൽ പിടിക്കുക. എന്നിട്ട് ബോഡിയുമായി ടച്ച് ഉണ്ടോ നോക്കുക. ഇല്ല, ഇത് കോണ്ടാക്റ്റിംഗ് ഉണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലും സ്പാർക്ക് ചെയ്യേണ്ട ബോഡിയുമുണ്ടോ നോക്കണം. ചിലതുണ്ടാവും, ചിലതുണ്ടാവില്ല. ഇതൊന്നും കാണിക്കണില്ല. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ല, റെഡിയാണ്. ചില യൂണിറ്റ് മേലൊക്കെ നമുക്ക് വെച്ച് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണണം. ടച്ചായിട്ട് ഇതിനെ കാണുന്നില്ല. ഏതായാലും ഇത് വർക്കിംഗ് ആണ്. വർക്കിംഗ് കണക്ട് ചെയ്തിട്ട് റെഡിയാണ്. ഇനി വർക്കിംഗ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് വർക്കിംഗ് എന്ന്. ഓക്കെ, നമ്മളിത് വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ചിലതെന്താ ഈ മെറ്റീരിയലും കൂടെ കറണ്ട് പാസ് ചെയ്യുമെന്നുള്ള സംശയം ഉണ്ടാവും ചിലർക്ക്. അത് കാണിച്ചു തരാം. ഇതിന്മേൽ കൊടുത്തിട്ട് കറണ്ട് പാസിങ് ഉണ്ട്, കോണ്ടാക്റ്റിംഗ് ഉണ്ട്. ഇത് കണ്ടോ, ഇതും കൂടെ പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ നോബ് കൊടുത്ത ഇവിടെ പ്രത്യേകം നോക്കണം. ഇവിടെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് നിൽക്കരുത്. ക്ലിയർ ആയിട്ട് നോബിൽ തന്നെ ചെയ്യണം. അതുപോലെ ഇവിടെയും ചെയ്യണം. എന്നിട്ട് ഒരു നോബ് പിടിച്ചിട്ട് നോക്കുക ബോഡി നമുക്ക് ടച്ച് ഉണ്ടോ ഇല്ല. അടുത്ത ഇത് രണ്ടും റെഡിയാണ്, കോയിലിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇവിടെ ടച്ച് ചെയ്യിച്ച് വെക്കുക. ഇപ്പോഴും ബോഡിക്ക് പ്രശ്നമില്ല. അപ്പോൾ നമ്മളത് ഫസ്റ്റ് ക്ലിയറായി ചെക്ക് ചെയ്യണം. അതുപോലെ യൂണിറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റിംഗ് ഉണ്ടോയെന്ന്. വർക്കിംഗ് കാണിക്കുന്നുണ്ട്. അതിൽ 11.5 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് റെഡിയായി. നമുക്ക് അതിൽ ഫിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളിത് അയച്ചെടുക്കുകയാണ്. ഷോൾഡറിങ് ചൂടാക്കിയതിന് ശേഷം 2 നോബിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അയച്ചെടുക്കുക. നമ്മൾ പേപ്പർ പോന്നിട്ടുണ്ട്. കോയിലൊക്കെ ഇവിടെ വിട്ടതൊക്കെ കയറ്റി കാണുന്നുണ്ട്, ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഇതെടുത്ത് മാറ്റുക. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഈ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഡയഫ്രം ഇവിടെ ഫിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഡയഫ്രം എടുത്ത് മാറ്റിയിട്ട് ഈ ഡയഫ്രം ഫിറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ ലെഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്ര ലെഗ് വേണ്ട, ആവശ്യത്തിലേറെ ലെഗ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 2 ഭാഗം ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യുക. 2 ഭാഗം ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് ഈ L2 മൈനസ് ഭാഗത്തേക്കും, ഇവിടെ മൈനസാണ് കാണിക്കുന്നത്, L2 മൈനസിലേക്കും L1 പ്ലസിലേക്കും വരുന്ന രീതിയിൽ അവിടെ സ്ഥാപിക്കുക. കുറച്ചും കൂടി കട്ട് ചെയ്യണം. ബോഡിയിൽ ടച്ച് ആവരുത്. അതുപോലെ ക്ലിയർ ആയിട്ട് L1 പ്ലസിലേക്കും L2 ക്ലിയർ ആയിട്ട് വരുന്ന രീതിയിൽ ഹോൾസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഹോൾസുകൾ ഉണ്ടല്ലോ, ഈ ഹോൾസുകൾ ക്ലിയർ ആയിട്ട് വരണം. ഇതിൽ കാണിക്കുന്ന ഹോൾസ് നമ്മൾ സ്ക്രൂ ഇതിലിടുമ്പോൾ ക്ലിയർ ആയിട്ട് വരണം. അതുപോലെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ ഇവിടെ റെഡിയാക്കി വെക്കുക. ഇപ്പോൾ ഇവിടെ L2 മൈനസ് എന്ന് കാണിക്കണേ, ഇവിടെ നോക്കുക L2 മൈനസ്.
ഓക്കെ, ഇത് രണ്ട് ഷോൾഡർ ചെയ്തെടുക്കുക. അതിന് ക്ലിയറായി ഷോൾഡർ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ ഷോൾഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. L2 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ L2, ഇവിടെ L1 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ഈ ബോഡി ടച്ച് ഉണ്ടാവരുത്. നമ്മൾ ഇവിടെ ചെയ്തത് ആ നോബിൽ തന്നെ വരണം. ഈ പുറത്ത് കണ്ട ഈ ബോഡിക്ക് ടച്ച് ഉണ്ടാവരുത്. അത് നമുക്കൊന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുക. മൾട്ടിമീറ്റർ നമ്മൾ കോണ്ടാക്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നോബ് വെച്ച് ചെക്ക് ചെയ്യണം. കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിട്ടൊന്ന് ഇതിൽ പിടിക്കുക. എന്നിട്ട് ബോഡിയുമായി ടച്ച് ഉണ്ടോ നോക്കുക. ഇല്ല, കോണ്ടാക്റ്റിംഗ് ഉണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലും സ്പാർക്ക് ചെയ്യേണ്ട ബോഡിയുണ്ടോ നോക്കണം. ചിലതുണ്ടാവും, ചിലതുണ്ടാവില്ല. ഇതൊന്നും കാണിക്കണില്ല. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ല, റെഡിയാണ്. ചില യൂണിറ്റ് മേലൊക്കെ നമുക്ക് വെച്ച് നോക്കുമ്പോൾ ക്ലിയറായിട്ട് കാണണം. ടച്ചായിട്ട് ഇതിനെ കാണുന്നില്ല. ഏതായാലും ഇത് വർക്കിംഗ് ആണ്. വർക്കിംഗ് കണക്ട് ചെയ്തിട്ട് റെഡിയാണ്. ഇനി വർക്കിംഗ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് വർക്കിംഗ് എന്ന്. ഓക്കെ, നമ്മളിത് വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ചിലതെന്താ ഈ മെറ്റീരിയലും കൂടെ കറണ്ട് പാസ് ചെയ്യുമെന്നുള്ള സംശയം ഉണ്ടാവും ചിലർക്ക്. അത് കാണിച്ചു തരാം. ഇതിന്മേൽ കൊടുത്തിട്ട് കറണ്ട് പാസിങ് ഉണ്ട്, കോണ്ടാക്റ്റിംഗ് ഉണ്ട്. ഇത് കണ്ടോ, ഇതും കൂടെ പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ നോബ് കൊടുത്ത ഇവിടെ പ്രത്യേകം നോക്കണം. ഇവിടെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് നിൽക്കരുത്. ക്ലിയറായിട്ട് നോബിൽ തന്നെ ചെയ്യണം. അതുപോലെ ഇവിടെയും ചെയ്യണം. എന്നിട്ട് ഒരു നോബ് പിടിച്ചിട്ട് നോക്കുക ബോഡി നമുക്ക് ടച്ച് ഉണ്ടോ ഇല്ല. അടുത്ത ഇത് രണ്ടും റെഡിയാണ്, കോയിലിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇവിടെ ടച്ച് ചെയ്യിച്ച് വെക്കുക. ഇപ്പോഴും ബോഡിക്ക് പ്രശ്നമില്ല. അപ്പോൾ നമ്മളത് ഫസ്റ്റ് ക്ലിയറായി ചെക്ക് ചെയ്യണം. അതുപോലെ യൂണിറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റിംഗ് ഉണ്ടോയെന്ന്. വർക്കിംഗ് കാണിക്കുന്നുണ്ട്. അതിൽ 11.5 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് റെഡിയായി. നമുക്ക് അതിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്. USB ഉപയോഗിച്ചാണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ്, ഒരു കെട്ടിട്ട വയർ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇനി നമ്മൾ ഈ ഓരോ സ്ക്രൂ ടൈറ്റ് ആക്കുന്ന വോയിസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലാവുണ്ടോ? അതുപോലെ വോയിസ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ മനസ്സിലാകാം. നമുക്കൊരു ബാസുള്ള സൗണ്ടല്ല വേണ്ടി, നമുക്ക് ഒരു ട്രിപ്പിളൊക്കെ ആയി വരുന്ന ഒരു രീതിയാണ് വേണ്ടി. ബാസ് വേണ്ട, തീരെ വേണ്ട. ഇതിങ്ങനെ ടൈറ്റ് ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വോയിസിലാണ് മനസ്സിലാവും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓവർ ടൈറ്റ് ആക്കരുത്, വോയിസ് നോക്കിയിട്ട് ടൈറ്റ് ആക്കുക. അപ്പം അങ്ങനെ മനസ്സിലാവും. മതി, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഒരു ട്യൂട്ടറിൽ നിന്ന് വരുന്ന സൗണ്ടാണ് നമുക്ക് വരുന്നത്. വോയിസ് രീതിയിൽ ബാസായിട്ട് വരില്ല. ചിലത് കൊടുക്കുമ്പോൾ തന്നെ ലെവലായിരിക്കും, കമ്പനിക്കനുസരിച്ച്. ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇത് യൂണിറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്.
കാണല്ലേ വർക്കിംഗ് ആണ്. കുറച്ച് സൗണ്ട് കൂട്ടി നോക്കാം. നല്ല ക്ലാരിറ്റി ഉണ്ട്. വർക്കിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വല്ല പറയലില്ല, നിങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആളെ നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങളേക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റ് 4 ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് അവിടെ കൊടുക്കാനുള്ള കേസാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 4 ചെയ്യട്ടെ. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.